السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് അല്ലെ, വീക്ക് ഫോറിലെ തേർഡ് ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അദ്കാർ. എന്താണ് അദ്കാർ എന്ന് പറഞ്ഞാൽ റിമെമ്പറൻസ് ഓഫ് അള്ളാഹ് അല്ലെ, അള്ളാഹുനെ ഓർക്കുന്ന എല്ലാ കാര്യങ്ങളും ദിക്റാണ്. അപ്പം നമ്മൾ ഇന്ന് ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് രാവിലെ വേക്കിംഗ് അപ്പ് അദ്കാർ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ദാറ്റ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കുറച്ച് സുന്നത്തുകളും കൂടെ ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ ഫസ്റ്റ് എഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഫസ്റ്റ് എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കൈകൾ കണ്ണിൽ വെച്ചിട്ട് കൈ ഒരു ഫോട്ടോയിലുള്ള പോലെ നമ്മൾ കണ്ണൊക്കെ തിരുമ്മിയിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. റബ് ദ ഫേസ് വിത്ത് ദ പാം ഓഫ് ദ ഹാൻഡ്സ് ടു റിമൂവ് ദ എഫക്ട്സ് ഓഫ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങിയ ഒരു ഉറക്കത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു മൂടുണ്ടാവില്ലേ, ആ മൂഡ് പോകാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ തിരുമ്മി നമ്മളുടെ എഴുന്നേൽക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ അടുത്ത് അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വേക്കിംഗ് അപ്പ് അദ്കാർ അല്ലെങ്കിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതിന് മുമ്പ് എന്താണ് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അള്ളാഹ് എനിക്കൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനാണ് എല്ലാ താങ്ക്സും അല്ലേ, എല്ലാ പ്രൈസും അള്ളാഹുവിനാണ്. നമ്മൾ അള്ളാഹുവിനെ എന്ത് ചെയ്യാണ്? അള്ളാഹുവിൻ്റെ അടുത്ത് നന്ദി പറയണം, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ എന്താ പറയുക, പ്രേസ് ചെയ്യാണ്. ബിക്കോസ് അള്ളാഹ് നമുക്ക് ലൈഫ് വന്നു. അല്ലദി അഹ്യാന, ദ വൺ ഹു ഗീവ്സ് അസ് ലൈഫ്. അള്ളാഹു ആരാണ്? നമുക്ക് ലൈഫ് തന്നു അല്ലേ. ബഅദമാ അമാതന, ആഫ്റ്റർ ഹി ഹാസ് കോസ്ഡ് അസ് ടു ഡേ. നമ്മളെ മരിപ്പിച്ചതിന് ശേഷം. നമ്മളുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു മൈനർ ഡെത്താണ്. നമ്മൾ ചെറുതായിട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾക്ക് ഈ വേൾഡായിട്ടുള്ള കംപ്ലീറ്റ് കണക്ഷൻ കട്ട് ഓഫ് ആയി പോകണം അല്ലേ. നമ്മളുടെ സോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ആ സോൾ നമ്മളുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഉറക്കത്തിന് മൈനർ ഡെത്ത്. നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മളുടെ ചുറ്റും, നമ്മളെ തൊട്ടപ്പുറത്ത് നടക്കുന്ന പോലും നമുക്ക് അറിയില്ല നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ അല്ലേ. അതാണ് എന്താണ് പറയുക, ബഅദമ അമാതന എന്ന് പറയാൻ കാരണം. പിന്നെ വ ഇലൈഹിൻ നുശൂർ, ആൻഡ് ടു ഹിം ഈസ് ദ റിട്ടേൺ. അവനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം, ദുആ വെൻ വേക്കിംഗ് അപ്പ്. പിന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടെ ഉണ്ട്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ.
ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വേക്കിംഗ് അപ്പ് ദിക്ർ അല്ലേ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അപ്പോൾ ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം അല്ലേ. അള്ളാഹു നമ്മളെ മരിപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള വലിയ ഗിഫ്റ്റാണ് നമ്മുടെ ലൈഫ്. ആൻഡ് നമ്മൾ അള്ളാഹുലേക്ക് ഇൻഷാ അള്ളാഹ് തിരിച്ചു പോകും അല്ലേ. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മളെ ഏറ്റവും എന്താ പറയുക, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത്. അള്ളാഹുവിനെ മീറ്റ് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു നല്ലൊരു അള്ളാഹുവിൻ്റെ എന്താണ് പറയുക സ്ലേവ് ആയിട്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനെ ഫേസ് ചെയ്യേണ്ടത് ഇൻഷാ അള്ളാഹ്. അപ്പം എല്ലാവരും ഈ ദുആ ദിക്ർ ബൈ ഹാർട്ട് ആക്കാത്തവർ ബൈ ഹാർട്ട് ആക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനുശേഷം ഒരു കാര്യം കൂടെ, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തതായിട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പല്ല് തേക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ല് തേച്ചതിന് ശേഷം മാത്രമായിരുന്നു എന്താണ് സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഓറൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഹൈജീന് പഠിച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ ഹൈജീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ വായ എന്താണ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കണം. അപ്പോൾ 3 എറ്റിക്കേറ്റ്സ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഐസ് റബ്ബ് ചെയ്യണം, പിന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ പറയണം. പിന്നെ നമ്മളുടെ ടീത്ത് നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പോൾ ഇതാണ് 3 എറ്റിക്കേറ്റ്സ്. ഇനി അതല്ലാണ്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ബെഡൊക്കെ എന്താ പറയുക കറക്റ്റാക്കി വെക്കുക. അത് നിങ്ങളുടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ആ ബെഡിൽ വേറെ ആരും കിടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബെഡ് ഒക്കെ സെറ്റാക്കുക. ആൻഡ് എന്താ പറയുക, രാവിലെ സുബ്ഹി നിസ്കരിക്കുക. നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നേരത്തെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഈ ദുആ ചെയ്ത് ബ്രഷ് ചെയ്ത് വുളു എടുത്ത് ഫജ്ർ നിസ്കരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് സംസാരിക്കാം. ഓക്കെ, യെസ്, വൈൻഡപ്പ് ചെയ്യാണ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خير. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.